ബൈക്കിൽ 3 പേര് യാത്ര ചെയ്താൽ ഉടനെ പോലീസ് പിടിക്കുന്നു. അല്ലെങ്കിൽ പകലന്തിയോളം ഓട്ടോറിക്ഷ ഓടിച്ച് വൈകുന്നേരം കിട്ടുന്ന പൈസയെന്ന് പോലീസ് ഫൈൻ അടിച്ച് വലിയൊരു തുക അടിച്ചു മാറ്റുന്നു. അൻവറിൻ്റെ പടപ്പുറപ്പാട് കണ്ടപ്പോൾ നമ്മൾ രാഷ്ട്രീയ കേരളം സത്യത്തിൽ ഉറ്റുനോക്കിയിരുന്നല്ലോ. പ്രത്യേകിച്ചും ഈ പോലീസിലെ ഈ അഴിമതിക്കാർക്കെതിരായിട്ടൊക്കെ ഒരു പടപ്പുറപ്പാടുമായി ഇറങ്ങിയപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ രാഷ്ട്രീയ കേരളം നോക്കിയത്. അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നത് നിലമ്പൂരിൽ നടത്തിയ ആദ്യത്തെ പൊതുസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വളരെ എന്താ പറയേണ്ട കാലിക പ്രധാനമുള്ള ചില വിഷയങ്ങൾ, ചെറുപ്പക്കാരുടെ ഒരു പ്രതികരണശേഷിയില്ലായ്മ, ഈ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം, ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഒരു യുദ്ധമില്ലാതെ തന്നെ നശിപ്പിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ വളരെ ഉദാഹരണമൊക്കെ പറഞ്ഞ് ഗംഭീരമായ തുടക്കമാണ്. എങ്ങനെയാണ് ഒരു തലമുറ നശിക്കുന്നത്, മൊബൈലിൽ അങ്ങോട്ട് പൂണ്ട് കിടക്കുക, പിന്നെ കുഴിമന്തി, ഐസ് പൊരിച്ചത്, അങ്ങനെ തുടങ്ങി ഈ ഭക്ഷണ രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം നശിക്കുന്നത്, കുംഭവയർ വരുന്നത്, രാത്രി 12 മണിക്ക് വന്ന് കിടക്കുന്നതും രോഗത്തിനടിമപ്പെടുന്നതും, ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് നിലവിലുള്ളൊരു പ്രദേശം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തെ മൊത്തമായി പറയാതെ അദ്ദേഹം നിലമ്പൂരും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും മലപ്പുറം എന്നൊരു പ്രദേശത്തിലേക്കും അങ്ങനെ ചുരുങ്ങി വന്ന് അദ്ദേഹം കറങ്ങി തിരിഞ്ഞ് വന്നത് മറ്റ് ചില തെറ്റായ മേഖലകളിലേക്കാണ്. അത് സമൂഹത്തിന് നല്ലൊരു സന്ദേശമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ആദ്യത്തെ കുറച്ച് ഭാഗം ഗംഭീരമായിരുന്നെങ്കിൽ അടുത്ത കുറച്ച് ഭാഗങ്ങൾ അത് വലിയ അപകടം നിറഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. അത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ബൈക്കിൽ 3 പേർക്ക് യാത്ര ചെയ്യുമ്പോൾ പോലീസ് പിടിക്കുന്നു, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പകലന്തിയോളം പണിയെടുത്ത് കഴിയുമ്പോൾ ഓട്ടോറിക്ഷക്കാരനെ ഫൈൻ ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിക്കാർക്കോ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്കോ കയറി ഇറങ്ങാൻ പറ്റുന്നില്ല, അവിടെ അവർക്കൊരു വിലയുമില്ല. 3 കാര്യങ്ങളിലേക്കും എത്തിച്ചേരുകയാണ് അൻവർ ചെയ്തത്. 3ഉം അപകടം ആണ്. ഓട്ടോറിക്ഷയിൽ വൈകുന്നേരം വരെ പണിയെടുത്ത 1000 രൂപ കിട്ടും, അതിൽ 200 രൂപ ബാക്കി വന്നാൽ 1000-ഉം 2000-ഉം ഫൈൻ ഇടുന്ന പോലീസുകാരുണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാതെ ഫൈൻ അടയ്ക്കുകയാണെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാം. മോട്ടോർ വെഹിക്കിൾസ് നിയമപ്രകാരം ഫൈൻ അടയ്ക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ടല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇന്ത്യക്ക് ആകമാനമുള്ള നിയമമാണ്. അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമം ലംഘിക്കുന്നവരെ ഫൈൻ ചെയ്യുകയും അവരെ സമൂഹത്തിലെ നല്ല നിലയ്ക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നിയമങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്നത്. ബൈക്കിൽ 3 പേർക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് അൻവറിനെ പോലെ ഭരണാധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് അറിയാത്ത കാര്യമല്ല. നമുക്കറിയാം, പാവങ്ങളായിരിക്കാം ഒരുപക്ഷെ ബൈക്ക് ഉപയോഗിക്കുന്നത്. 3 പേർക്ക് യാത്ര ചെയ്യാനും അപകടമുണ്ടാവാനും സാധ്യതയുണ്ടെന്ന് അൻവർ മനസ്സിലാക്കണം. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. 3 പേര് യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നമ്മൾ തമിഴ്നാടിൻ്റെ കുറേ ഭാഗത്തൊക്കെ പോയി ഒരു ഫാമിലി ഒരു 5-8 പേരുണ്ടാവും, കുട്ടികളും ഭാര്യയും ഭർത്താവും മക്കളൊക്കെ യാത്ര ചെയ്യുന്ന കാണാം. അങ്ങനെ യാത്ര ചെയ്യണം എന്നാണോ അൻവർ സാഹിബ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അൻവർ സാഹിബ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓട്ടോറിക്ഷ ഓടിക്കേണ്ടത് നിയമപ്രകാരമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു തവണ ഫൈൻ ചെയ്താൽ എന്തിനാണ് ഫൈൻ ചെയ്തതെന്നും അത് ആവർത്തിക്കാൻ പാടില്ല എന്നും അതിനാണ് ഫൈൻ എന്ന വാക്കുള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ പോയാൽ മാത്രമേ കാര്യം നടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പാർട്ടിയുടെ ഭരണകക്ഷിയുടെ LC സെക്രട്ടറി പോയിട്ട് അവരാണ് പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞാലും അത് സമൂഹത്തിന് അംഗീകരിക്കാനും പറ്റില്ലല്ലോ. അതാണ് അൻവർ സാഹിബിന് പറ്റിയ വലിയ തെറ്റ്. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഈ 3ഉം അൻവർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്. ഇവിടെ ഒരു ജീവിക്കാൻ മാർഗമില്ലാതായിരിക്കുന്നു സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ 3 വലിയ തെറ്റുകളാണ് അൻവർ അവിടെ പ്രയോഗിച്ചത്. മറ്റേ കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല, സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി പറയുന്നില്ല. അത് അതിലേറെ അപകടകരമായ കാര്യമാണ്. അതിൻ്റെ യഥാർത്ഥ സ്ഥിതി നമുക്കറിയില്ല. എന്തായാലും അൻവറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തുടക്കം ആ ഒരു വിഷയമാണെന്ന് നമുക്കറിയാം. അത് ഇതിനു മുമ്പുള്ളൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ സാഹിബിനെ പോലെയുള്ള ഒരു ഭരണാധികാരി MLA സമൂഹത്തിനോട് ഈ വിധത്തിൽ ആഹ്വാനം ചെയ്യുന്നത്, അതിൻ്റെ പേരിൽ ആ ഒരു നിയമത്തെ വെല്ലുവിളിക്കുന്നതും പോലീസിനെ വെല്ലുവിളിക്കുന്നതും ശരിയാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണോ തൻ്റെ ജില്ലയെ, മലപ്പുറത്തെ മാത്രമാണോ അൻവർ കാണുന്നത്? കേരളം അപ്പോൾ ബാക്കി മലപ്പുറം കഴിച്ചുള്ള ബാക്കി ജില്ലകളിലൊക്കെ പോലീസ് നല്ല രീതിയിലാണ് പെരുമാറുന്നത്, അവിടെയൊന്നും ഫൈൻ അടിക്കുന്നില്ല എന്നാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം.
എന്തായാലും ഈ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കമൻ്റായിട്ടിടും. ഇത് എന്തെങ്കിലും വിമർശനാത്മകമായി നിങ്ങൾ കാണണ്ട. നമുക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ സംശയം എന്നുള്ള നിലയ്ക്ക് ഉയർത്തി വിടുകയാണ്. നിങ്ങൾക്കും ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ടിടാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.